ട്രോഫികൾ വിതരണം ചെയ്യാൻ വേദിയിലേക്ക് എത്തിയ അതിഥിയെ കണ്ട് ആദ്യം എല്ലാവരും അമ്പരന്നു. പിന്നീട് ആ അമ്പരപ്പ് കയ്യടിയായി. കാരണം വിജയികളുടെ കൈകളിലേക്ക് ട്രോഫി എത്തിച്ചത് ഒരു മനുഷ്യനല്ല, വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിച്ച ഒരു റോബോട്ടായിരുന്നു. ഇടുക്കി തൂക്കുപാലം വിജയമാതാ സ്കൂളിലെ സ്പോർട്സ് ഡേ വേദിയിലെ ആ വ്യത്യസ്ത കാഴ്ചയിലേക്ക്. ഇതായിരുന്നു ആ കൗതുക കാഴ്ച. തൂക്കുപാലം വിജയമാതാ സ്കൂളിലെ അഡൽട്ട് ടിങ്കറിംഗ് ലാബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച റോബോട്ടാണ് സ്പോർട്സ് ഡേയിലെ ട്രോഫി വിതരണ ചടങ്ങിനെ ശ്രദ്ധേയമാക്കിയത്. വേദിയിൽ വിജയികളുടെ പേര് പ്രഖ്യാപിച്ചതനുസരിച്ച് റോബോട്ട് ട്രോഫിയുമായി മുന്നിലെത്തി. അത് വിജയികൾക്ക് കൈമാറി. ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിശിഷ്ടാതികളുടെയും കയ്യടി നേടിയ ഈ കാഴ്ച പരിപാടിയുടെ പ്രധാന ആകർഷണമായി. സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ബിയോൺ പി സാം, അഭിനവ് ബിനു, റിനാൾഡ് ജെ, ബസുദേവ് അനീഷ്, ആദിത്യൻ കെ, ഷിജു, റെയ്സ് കെ ജോസഫ് എന്നിവരാണ് ഈ റോബോട്ടിന്റെ സൃഷ്ടിക്ക് പിന്നിൽ. ചിപ്പുകൾ, ആർഡിനോ, മോട്ടോറുകൾ, മോട്ടോർ ഡ്രൈവറുകൾ, ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്നിവ ഉപയോഗിച്ചാണ് റോബോട്ട് നിർമ്മിച്ചത്. ഇത് റോബോട്ട് പല ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാം. ഇപ്പം ട്രോഫി ഒരു സ്റ്റേജിൽ നമുക്ക് ട്രോഫി ഡെലിവർ ചെയ്യാം. പിന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ വളരെയധികം ഉപയോഗം വരുന്നതാണ്. ഹോട്ടലിലൊക്കെ ആണെങ്കിലും ഫുഡൊക്കെ ടേബിളൊക്കെ നമുക്ക് കൊടുത്തു വിട്ടാൽ മതി, ഫോണിൽ നമുക്ക് കോഡ് ചെയ്താൽ മതി. പിന്നെ ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പ്രൈം മോഡലാണ്. നമുക്ക് ഫോണിൽ കൊണ്ട് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാക്കാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ ചിന്തയും സാങ്കേതിക വിദ്യയോടുള്ള താല്പര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് നിർമ്മിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സി ലിൻസ SBS പറഞ്ഞു. പ്രിൻസിപ്പൽസ് ഡേയോടനുബന്ധിച്ച് ഇവർ +1 കുട്ടികളെ എന്നെ വിളിക്കുകയും ഇവർ കേക്ക് മുറിക്കാനായിട്ട് തുടങ്ങി. അപ്പം അതിനുശേഷം ഇവരൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ട് തരുന്നത് ഈ റോബോട്ടിക്സ് മുഖേനയാണ്. അപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ 5 കുട്ടികൾ അവരുടെ ഐഡിയ ഉപയോഗിച്ച് ചെയ്തപ്പം വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളുടെ അടുത്ത് നിന്ന് സമ്മാനമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊരു ഇവർ തന്നെ ഒരു സജഷൻ തന്ന, സിസ്റ്റർ ഞങ്ങൾക്ക് അടുത്ത് എന്തിനെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്പോർട്സിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ട്രോഫി കൊടുക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവരത് കുറച്ചും കൂടെ ആ സമയത്ത് ഇതിന് വെയിറ്റ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി കുറവായിരുന്നു. വീണ്ടും അവരെന്തൊക്കെയോ AI യൂസ് ചെയ്ത് അവർ വെയിറ്റുകൾ കുറച്ചും കൂടെ ആഡ് ചെയ്തു. സ്പീഡ് കുറവായിരുന്നു ആദ്യ സമയങ്ങളിൽ, പക്ഷേ സ്പീഡ് കൂട്ടി ഇവർ നന്നായിട്ട് അത് ഇന്നോവേറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആ ഫംഗ്ഷനിൽ തന്നെ ഒരു ഡിലേയും വരാതെ ട്രോഫികൾ കൊണ്ടുവരാനായിട്ട് ഈ AI റോബോട്ടിക്സ് മൂലം കുട്ടികൾക്ക് സാധിച്ചു. നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് റോബോട്ടിന്റെ പ്രോട്ടോടൈപ്പ് മോഡലാണ്. പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന പുതിയ വെർഷൻ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ വിദ്യാർത്ഥികൾ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.